ജനങ്ങൾ ക്ഷമിക്കാനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന ഒരു മഹാമനീഷിയായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മാനവ സമൂഹത്തിന് മാർഗദർശനം നടത്താൻ സാധിക്കാതെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ട ഒരുപാട് ദർശനങ്ങളും വിശ്വാസ സംഹിതകളും ലോകത്ത് വന്നിട്ടുണ്ട്. കാലഹരണപ്പെട്ട വിശ്വാസങ്ങളുടെയും ചിന്തകളുടെയും കളിത്തൊട്ടിലിൽ പ്രാചീന റോമിന്റെയും ഷാമിന്റെയും ഫ്രാൻസിന്റെയും ചീനളിഞ്ഞ മതദർശനങ്ങളെ കുർബാന ചെയ്യിച്ചപ്പോൾ സർവസംഹാര രാക്ഷസീയതയുടെ കളിവിളയാട്ടം നടക്കുന്ന അറേബ്യൻ സംസ്കാരത്തിന്റെ അഴിമുഖത്തു നിന്നും നൂറ്റാണ്ടിന്റെ പഴമയും നവ്യതയും പ്രൗഢിയും ഉദ്ഘോഷിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആധ്യാത്മികതയുടെ സമുന്നത ദർശനങ്ങളായിരുന്നു ഇസ്ലാമിക പ്രത്യയശാസ്ത്രം. പൗലോസിന്റെ കുബുദ്ധിയിൽ നിന്നും കുപ്രസിദ്ധ പൗരോഹിതത്തിന്റെ താഴ്വേരിന് കത്തിവെച്ചത് മുതൽ സ്വേച്ഛാധിപതികളുടെ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള മനുഷ്യദീക്ഷണയുടെ മുന്നേറ്റത്തിന്റെ കാഹളനാദം മുഴക്കിയത് വരെയുള്ള ഈ മതദർശനത്തിന്റെ ഗർജനം വെല്ലുവിളികളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചു. കാലത്തിന്റെ അനുസ്യൂതമായ പ്രവാഹത്തിനിടയിൽ പല ഫറോമാരുടെയും കാറൂണമാരുടെയും അതിക്രമങ്ങളും നമ്രൂദുമാരുടെ തീക്കുണ്ടാരങ്ങളും ശൈബത്തുമാരുടെ വാൾത്തലപ്പുകളും ഉറപ്പിന്റെ കറുപ്പും പിന്നിട്ട വഴിധാരങ്ങളിൽ ആത്മീയോത്സർഷത്തിന്റെ വേദിയിൽ വെട്ടിത്തിളങ്ങുന്ന ജാജല്യമാനമായ ഈ ദീപശിഖയുടെ പ്രയാണത്തിന് മുന്നിൽ സമസ്യങ്ങളായി അണിനിരന്നപ്പോൾ ഇസ്ലാം അജയ്യതയുടെ ദന്തഗോപുരങ്ങൾ പണിതു. കപടതക്ക് വാഞ്ചകമണിന് പൗരോഹിതത്തിന്റെ പിന്നണി നിന്ന് ഇസ്ലാമിനെ നിശേഷം തുടച്ചു നീക്കാനുള്ള വ്യഗ്രതയിൽ കുരിശുപട്ടാളം കരുതിക്കളം തീർത്തെങ്കിലും അയ്യോബിമാരുടെ മനക്കരത്തിന് മുമ്പിൽ പത്തിമടക്കി മാളത്തിൽ ഒളിക്കേണ്ടി വന്നു. പിന്നീട് ഇസ്ലാമിന്റെ ദൈവിക തീരങ്ങളിൽ വൈതരണികൾ തീർക്കാൻ മുന്നോട്ട് വന്നത് ഗീബൽസിനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ കെട്ടുകഥകളും നുണപ്രചാരങ്ങളുമായി ഒറിയലിസത്തിന്റെ ലിപ്സ്റ്റിക്കിട്ട അപ്പോസ്തലന്മാരായിരുന്നു. ജപമാലയിൽ കോർത്തുവച്ച മുത്തുമണികൾ പോലെ ഒന്നിന് പിറകെ ഒന്നായി വെല്ലുവിളികളും പ്രതിബന്ധനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടും ഉപയോഗാനുസൃതം തിളക്കം കൂട്ടുന്ന വൈഡൂര്യം പോലെ പത്തര മാറ്റി തങ്കത്തിളക്കത്താൽ ഇസ്ലാം പ്രജ്വലിച്ചു നിന്നു എന്നതിന്റെ കാലവും ചരിത്രവും സാക്ഷിയാണ്. പിന്നിട്ട വഴിത്താരങ്ങളിൽ വെല്ലുവിളികളുടെ പരമ്പരകൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും ആടാത്ത ഉലയാത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ ഗർവാപസി എന്ന ഓലപ്പാമ്പ് കാട്ടിവിരട്ടുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദീപശിഖയെ ഏത് കാറ്റിലും കാണിലും പെടാതെ സംരക്ഷിക്കാനും എനിക്കൊരു ശക്തിയുടെയും സഹായ ആവശ്യങ്ങളില്ല. വർഗീയതയുടെ വിഷധൂളികളിൽ നിന്നും സുരക്ഷിത കവചമണിഞ്ഞ് മമ്പുറന്തങ്ങളും കൊഴുതായരും മങ്ങാട്ടച്ചനും കുഞ്ഞായ മുസ്ലിയാരും കാണിച്ചു തന്ന സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സഹാനുഭൂതിയുടെ സഹവർത്തത്തിന്റെ നാളെയുടെ പൊൻപുലരിയുടെ ദാന്തിയാകട്ടെ ഇന്നിബദിന റാലി എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിന്റെ മറവിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്ലാമിനെ പഠിക്കാതെ ആക്രമിക്കുന്ന ഫാസിസ്റ്റ് കുബുദ്ധികൾക്ക് ഒരു നിർത്തുപാട്ടായി ഇസ്ലാം സിന്ധു ഹോത്താ ഹേ ഹർ കർബലാ കെ ബാദ് എന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ വാക്ക് നിങ്ങൾക്ക് സമർപ്പിച്ച് എന്റെ പ്രസംഗം ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.